കേട്ടോ. അപ്പോൾ നമുക്ക് വീട് മാറണം. നമ്മളിപ്പോൾ താമസിക്കുന്ന 1 BHK ആണ്. അപ്പോൾ 2 BHKയിലേക്ക് മാറണം കേട്ടോ. ആ പ്രോപ്പർട്ടിയൊക്കെ പോയിട്ട് കണ്ടിട്ട് വരികയാണ് കേട്ടോ. പോണൊക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാനുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം ബീഫ് ലസാനിയാണ് കേട്ടോ. ബീഫ് ലസാനി. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഴ്ച ഇവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഒരു വീട് കാണാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് വീട് മാറണം. നമ്മളിപ്പോൾ താമസിക്കുന്ന 1 BHK ആണ്. അപ്പോൾ 2 BHKയിലേക്ക് മാറണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീട് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ ഒരു വ്യൂവിങ് കഴിഞ്ഞു, നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട് കാണാൻ പോവാണ്. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട്. അപ്പോൾ പിന്നെ കാണാം. ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, മഴയാണ് കേട്ടോ. കുടയൊക്കെ പിടിച്ചിട്ടുണ്ട്. കാച്ചുവിനും കുട കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ കാണാം. അപ്പോൾ ഞങ്ങള് പ്രോപ്പർട്ടിയൊക്കെ പോയിട്ട് കണ്ടിട്ട് വരികയാണ് കേട്ടോ. പ്രോപ്പർട്ടിയിൽ കുഴപ്പമൊന്നുമില്ല. 2 ബെഡ്റൂമിനും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. കിച്ചണൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ലിവിംഗ് റൂമിനും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുക്കിങ്ങിനായിട്ടുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മൾ ഇനി പുറത്തോട്ട് പോവാണ് കേട്ടോ. വണ്ടി എടുക്കാനായിട്ട് പോകണം. അപ്പോൾ നമ്മളിനി വീട്ടിൽ കയറി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ ഷോപ്പിങ്ങിനായിട്ട് പോകാം കേട്ടോ. കടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പോണൊക്കെ കാശ് മൂത്രം ഒഴിച്ചോ? ഓക്കെ. അപ്പൊ ഇനി നേരെ ഷോപ്പിങ്ങിനായിട്ട് പോകാം കേട്ടോ. കടയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു വ്യൂവിങ്ങിനായിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6:30 ആകുമ്പോഴത്തേന് അടുത്തൊരു വ്യൂവിങ് ഉണ്ട്. ഇപ്പൊ ഏകദേശം 3:30 കഴിഞ്ഞ് 4 o'clock ആകുന്നു കേട്ടോ. അപ്പോൾ ഒരു 6:30 അടുത്ത വ്യൂവിങ് ഉണ്ട്. പിന്നെ അതിനും പോകണം. അത് ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ. ഭാഗ്യത്തിന് മഴ മാറി. ഷോപ്പിങ്ങിനായിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇറങ്ങാൻ നേരത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ അസ്ഥയിലെത്തി കേട്ടോ. അസ്ഥയിൽ വന്നപ്പോൾ തന്നെ കാച്ചു പതിവ് പോലെ കാച്ചുവിൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ടോയ്സ് എടുക്കാനായിട്ട് ആ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ അസ്ഥയിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വ്യൂവിങ്ങിനായിട്ട് പോകാനായിട്ട് ഇറങ്ങണം കേട്ടോ. കാച്ചു വിടിരിപ്പുണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പ്രിയതയെ ഐസ്ക്രീം കഴിച്ചു തുടങ്ങി. എനിക്കിനി അകത്ത് കയറിയിട്ട് വേണം ഐസ്ക്രീം കഴിക്കാൻ. അച്ഛക്കേതാ ഇതാണോ? ഓക്കെ. പുറകിൽ പോയിരുന്ന് കഴിച്ചോ? സീറ്റേ പോയിരുന്ന് കഴിച്ചോ? സീറ്റേ പോയിരുന്ന് കഴിച്ചോ? ഓക്കെ. എന്നാ ഇനിയിപ്പോ പോവാം അടുത്ത ലൊക്കേഷൻ. അടുത്ത എവിടെ വീട് കാണാൻ പോവാ അല്ലേ? മലയാളിക്കട പോയിട്ടാണോ പോകുന്നത്? സമയം പോകത്തില്ലേ? 6:30-ക്കാണോ? ഓക്കെ. എന്നാൽ മലയാളിക്കട പോയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലയാളി ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് മേടിക്കാനുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം രാത്രിയാകാറായി കേട്ടോ. രാത്രിയായി തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നേരെ വീട് കാണാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ ഇനി പിന്നെ കാണാം. കടയിലൊക്കെ ഒന്ന് കയറിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ വെട്ടമില്ല. അങ്ങനെ നമ്മളിതാ വ്യൂവിങ് ഒക്കെ കഴിഞ്ഞത് വീട്ടിൽ വന്നു. ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാച്ചും പ്രിയം നേരെ വീട്ടിൽ കയറി. ഞാൻ വണ്ടി കൊണ്ടിട്ടിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയില്ല. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് പിന്നെ കാണാം. കാച്ചതാ കഴിക്കണം കേട്ടോ. പിസ്സയും ഫ്രഞ്ച് ഫ്രൈസും കേക്കും പിന്നെന്താ ചോക്ലേറ്റ് മിൽക്ക്. ചായ അല്ല, ചോക്ലേറ്റ് മിൽക്ക്. അത് ഈ സാധനമാണ് കേട്ടോ. കാച്ചു ടോയ് എടുത്തത്. ടോയ് അല്ല, ഇത് മറ്റേ ബ്രിഡ് ഗെയിം. പണ്ട് ബ്രിഡ് ഗെയിം എന്നൊക്കെ കുറേ ഗെയിമുകളുള്ള സാധനമാണ് കേട്ടോ. ഇതിൽ 18 ഗെയിം എന്തോ ഉണ്ട്. ഇത് പണ്ടൊക്കെ നമ്മളൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണ് കേട്ടോ.
പക്ഷെ നമുക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇതിലെന്താ? അതിലെല്ലാ സാധനങ്ങളും ചെയ്യാൻ പറ്റും. അതിൽ എയറോപ്ലെയിൻ ഗെയിം ഒക്കെ ഉണ്ട്. ഉണ്ടോ? ശരി ശരി, ഓക്കെ. ഇന്നത്തെ നമ്മുടെ രാത്രിയിലത്തെ ഭക്ഷണം ബീഫ് ലസാനിയാണ് കേട്ടോ. ബീഫ് ലസാനി എന്താണല്ലേ, ഇച്ചിരി എടുത്ത് കഴിച്ചടി. കഴിച്ച എങ്ങനുണ്ട്? കൊള്ളാമോ? പരീക്ഷണം വിജയിച്ചല്ലേ? ബീഫ് ലസാനി പുളിയാണ് കേട്ടോ, അടിപൊളി സാധനം. ഇത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ, ലസാനി ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുകൊണ്ടൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അപ്പോൾ ബായ്.